വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്നല്ലേ, എൻ്റെ കയ്യിലുള്ളത് കണ്ടിട്ട് കുറച്ച് പേർക്ക് കിട്ടി കാണും, ബുക്കാണ്. അപ്പം നിങ്ങൾ അതിന് ഇവിടുത്തെ ഈ പേജസ് ഒന്നും കാണാൻ വയ്യല്ലോ. ഓ ഓ ഓ ഇനി ഇവിടെ നിന്നായിരിക്കില്ല തുറക്കുന്ന. അല്ല അല്ല ആൻഡ് ഞാനിന്ന് ഈ ബുക്കിനെ കുറിച്ചൊരു സ്റ്റോറി പറയാൻ പോവുകയാണ്. അപ്പം ബുക്കിനെ കുറിച്ചല്ല, എനിക്ക് ഭയങ്കര ലാഭം കിട്ടി. ആ ലാഭം ഞാൻ പറഞ്ഞു തരാൻ പോവാണ് നിങ്ങൾക്ക്. പക്ഷേ ഈ ഒരു ബുക്ക് പ്രൈസ് ഞാൻ പറയാം, എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ പറയണോ വേണ്ടയോ? ആ പറയാം, നിങ്ങൾക്ക് വാങ്ങിക്കട്ടെ. അപ്പം ഞാൻ പറയാം. എൻ്റെ ഈ ഒരു ബുക്ക് കണ്ടില്ലേ, എന്തൊരു ക്യൂട്ടാണെന്നറിയോ, നേരിട്ട് കാണാൻ. അത് മാത്രമല്ല ഭയങ്കര ഹെൽപ്ഫുൾ ബുക്കാണ്. ഇത് ഇങ്ങനെയാണ് തുറക്കാറ്, ഇങ്ങനെ അടച്ചപ്പോൾ വേറൊരു ബുക്ക്, ഇങ്ങനെ തുറക്കുമ്പോൾ വേറൊരു ബുക്ക്. ആൻഡ് ഇൻ ദിസ് ബുക്ക് ഇതിലുള്ളത് പ്ലെയിൻ പേപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ലൈൻ പേപ്പർ ആയിരിക്കും. എന്നല്ല, മാത്സ് ബുക്കോ ഒന്നുമല്ല. നിങ്ങൾക്ക് എന്നെ ഇമ്പ്രസ്ഡ് ആയെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു സംഭവം സത്യമായിട്ട് ഇവിടെ നമ്മുടെ സ്കൂൾ ടൈം ടേബിൾ എഴുതാം, ഇവിടെ വേറെയൊക്കെ എഴുതാം. പിന്നെ ഇവിടെ നോട്ട്സ് എഴുതി വെക്കാം, മെയിൻലി ആയിട്ടുള്ള. ഇവിടെ എന്ത് വേണം എഴുതാം. പിന്നെ ഇവിടെ വീണ്ടും ടൈം ടേബിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതാം. പിന്നെ ടു ഡു ലിസ്റ്റ് വേണ്ട, ഒരു പ്ലെയിൻ പേപ്പർ, എന്ത് വേണം എഴുതാം, ടു ഡു ലിസ്റ്റ്. ആൻഡ് ഇത് മൺഡേ ചെയ്യാനുള്ള ടു ഡു ലിസ്റ്റ്, ട്യൂസ്ഡേ അങ്ങനത്തെ. പിന്നെ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാസും നോട്ട്സും എല്ലാം എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സംഭവം. പിന്നെ ഇങ്ങനെയാണ് സംഭവം. മോർണിംഗിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ആഫ്റ്റർനൂണിൽ ചെയ്യാനുള്ളത്, അത് മൺഡേ ട്യൂസ്ഡേ അങ്ങനെ ഓൺലിയൊക്കെ. പിന്നെ ദ വീക്ക്ലി പ്ലാനർ, ഷെഡ്യൂൾ, ടു ഡു ലിസ്റ്റ്, നോട്ട്സ്. എനിക്ക് ഇതിന് മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇമ്പോർട്ടൻറ്റ് ലെസൺ പ്ലാൻ, ഫ്രൈഡേ വരെ ഉണ്ട്, ഫ്രൈഡേ. പിന്നെ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡെയിലി പ്ലാൻ ഗായ്സ്. അതുകൊണ്ട് ടൈം കൊടുത്തിട്ടുണ്ട്, 8 AM 9 AM 10 AM 11 AM അങ്ങനെ 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 കുറേ കണ്ട. ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ റിയൽ. എടാ, ഇത് കിട്ടുന്ന ഭയങ്കര ലാഭമാണ്. ആൻഡ് അടിപൊളിയാണ് കേട്ടോ. ഇതിൽ കുറേ പേജസ് ഉണ്ടുണ്ടാവും, അടിപൊളിയാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവുന്നു അടിപൊളിയാണ്. ആൻഡ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇത് ചെയ്യാം. എനിക്ക് എന്ത് ലാഭം കിട്ടിയെന്നല്ലേ ഞങ്ങളുടെ സംഭവം. ഈ സ്റ്റോറി നിങ്ങൾ ഫുള്ള് കേൾക്കണം പ്ലീസ്. ഞാൻ നിങ്ങളോട് മാത്രം ഇത് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി, നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാൻ. അതുകൊണ്ട് ഒന്ന് കേൾക്കും പ്ലീസ്. ആൻഡ് ഈ ഒരു ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ലാഭം, ടു ഡു ലിസ്റ്റ് നോട്ട്സ് ഒക്കെ എഴുതി വയ്ക്കാം അല്ലേ? നല്ല പറയാം. ഇങ്ങനെ ഇരിക്കട്ടെ, നിങ്ങൾക്കൊന്ന് കണ്ടിരിക്കാം. ഞാൻ സ്കൂളിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് അവളുടെ ജംപ് ജേർണൽസൊക്കെ എങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ജംപ് ജേർണലൊക്കെ എനിക്കിതായിരുന്നു ജംപ് ജേർണൽ ചെയ്യാൻ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു ഷോപ്പിൽ പോയി. ഷോപ്പിൻ്റെ പേരൊന്നും പറയുന്നില്ല. അത് ഇത് വാങ്ങിച്ച ഷോപ്പല്ല കേട്ടോ, വേറൊരു ഷോപ്പിൽ പോയിട്ട്, ഈ വാങ്ങിച്ച ഷോപ്പ് ഞാൻ പറയാം, ഇത് വാങ്ങിച്ചതിൻ്റെ ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ ജംപ് ജേർണൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും എടുത്ത് ചോദിച്ചിട്ടൊരു ബുക്ക് എടുത്തു. അതാണെങ്കിൽ ഭയങ്കര സ്മോളാണ്, ഇത്ര ഉള്ളു. പക്ഷെ കുറച്ച് പേജസ് ഉണ്ട്. പക്ഷെ അതിൽ ജംപ് ജേർണൽ തരില്ല, ചെറുതാണ്. അങ്ങനെ അതിൽ ഞാൻ എന്ത് ചെയ്തു, ടീച്ചേഴ്സ് തരുന്ന ഓരോ ന്യൂ വേർഡ്സ് എഴുതി. പിന്നെ ഞാൻ ഇന്നലെ പോത്തീസിൽ പോയായിരുന്നേ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ പോത്തീസ് പോയിട്ട് ജംപ് ജേർണൽ ഒരു ബുക്ക് വാങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ജംപ് ജേർണൽ പോയിട്ടൊരു ബുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ഒരു ഡയറിയില്ല. അപ്പം ഞാൻ ഒരു ഡയറി
സ്റ്റാർസ് ബിഹൈൻഡ് യു ബിയോണ്ട് യു അങ്ങനെ എന്തോ ഒരു അതാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചൊരു തടിയാണ്. അത് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ക്ലോസ് ആയിരുന്നു ഞാൻ പൊട്ടിച്ചു ഇങ്ങനെയൊക്കെ വലിച്ചു നോക്കി. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ പറഞ്ഞു അവിടുത്തെ സെയിൽസ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇത് നോക്കാൻ പറ്റുമോ പേജ് ലൈൻ പേപ്പർ ആണെങ്കിലാണ് എനിക്ക് വേണ്ടത്. ലൈൻ പേപ്പർ ആണോ അതേ പ്ലെയിൻ ആണോ അങ്ങനെ ചേട്ടൻ പറഞ്ഞു അറിയത്തില്ല നോക്കട്ടെ നോക്കിയത് ഒരു ഡിസൈൻ ഏതൊരഴുക കളറിലൊരു ഞാൻ കാണിച്ചത് ഈ ഒരു കളറിൽ ഇങ്ങനെ ഇങ്ങനെ ഡിസൈനൊക്കെ വന്നിട്ട് ഒരു ബോർഡ് ഡിസൈൻ ലൈൻ അത് മാത്രമല്ല അതിന് 500 or 400 സംതിങ് ആയിരുന്നു. അപ്പം ഞാൻ ഉമ്മയും വേണ്ട എനിക്കത് വേണ്ട എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ അവസാനം പറഞ്ഞു ഡയറി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ വേറെ എല്ലാം പോയിട്ടാണ്. അപ്പം ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് സ്റ്റിക്കർ പിന്നെ ഒരു ജേണൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ സ്റ്റിക്കർ എടുത്തു. ആ പാറ്റേൺ സ്റ്റിക്കറൊക്കെ എടുത്ത് ഞാൻ പിന്നെ കൊടുത്തു. പിന്നെ എന്തോ ഒന്നും ആയില്ലായിരുന്നു. നമ്മൾ അവിടെ കിടന്ന് കറങ്ങിയിട്ട് ഞാൻ 2 വലിയ ക്ലിപ്പ് എടുത്തായിരുന്നു. പിന്നെ എന്ത് എടുത്തു 2 ഡ്രസ്സ് എടുത്തായിരുന്നു. ഒന്ന് എനിക്ക് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട്. അങ്ങനെ അതെടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെയൊക്കെ പോയി നോക്കട്ടെ. അപ്പം ഞാൻ അവിടേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കിയിട്ട് അമ്മ ആ സമയത്ത് വളരെയൊക്കെ നോക്കുമായിരുന്നേ. ഞാൻ അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും ഈ സെയിം ബുക്ക് ഇതിൻ്റെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന തന്നെ കേട്ടോ. സെയിം ബുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റുന്നതിൽ അയൺ മാൻ ബാറ്റ്മാൻ ആണോയെന്ന് എനിക്കറിയത്തില്ല. ബാറ്റ്മാൻ സ്പൈഡർമാൻ പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക. ഞാൻ ഇത് കുറച്ച് വിചാരിച്ചു ലൈൻ പേപ്പർ ആണെങ്കിൽ എടുക്കാമല്ലോ എന്നാലും ഞങ്ങൾ തുറന്നു. പക്ഷെ ഞാൻ അത് വാങ്ങിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം അതിൻ്റെ അകത്തുണ്ടായിരുന്നത് നോട്ട്സ് പിന്നെ നമ്മുടെ ഈ ഒരു പ്ലെയിൻ പേപ്പർ. ഇവിടെ ക്യാപ്റ്റൻ അമേരിക്കയും ഇവിടെ അയൺമാനും മാർവലിനൊക്കെ എഴുതി. പിന്നെ വേറെ ഒന്നും അതിൻ്റെ അതില്ലായിരുന്നു ഫുള്ള്. അപ്പം തന്നെ ഞാൻ ഇമ്പ്രസ്ഡ് ആയി. വാവ് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അതെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഈ ലഘു തുറന്നപ്പോൾ അപ്പോഴാണ് ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. ഇതിൻ്റെ ടൈം ടേബിൾ ചെയ്താൽ നോട്ട്സ് ചെയ്യാം ടൂറിസ്റ്റ് ചെയ്യാം മോർണിംഗും ആഫ്റ്റർനൂണും ചെയ്യാനുള്ള എല്ലാ ടു ഡു ലിസ്റ്റും ഷെഡ്യൂളും പിന്നെ നോട്ട്സ് അല്ലാത്ത നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലെയിൻ പേപ്പർ വരെ ഇതിലുണ്ട്. അപ്പം ഞാൻ ഇതെടുത്തിട്ട് വാവ് തോന്നിയിട്ട് ഞാൻ ഉമ്മീനോട് കാട്ടി. ഉമ്മി വാവ് പറഞ്ഞ് ഇതെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതെടുത്തേ ചെറുതായിട്ടൊന്ന് കറണ്ടുപോയേ. ആൻഡ് ആ സമയം ഞാൻ അമ്മ പറഞ്ഞു ഞാൻ എടുത്തോളാൻ. അപ്പം ഞാൻ അതെടുത്തിട്ട് അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ കസിൻസ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ എൽഡർ കസിൻ എനിക്കൊരു ബുക്ക് തന്നായിരുന്നു. അത് ലൈൻ പേപ്പർ നല്ലൊരു കോസി വൈബുള്ള ഒരു ബുക്ക്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇത് വെച്ച് എന്തോ ചെയ്യാനാണ് ഞാൻ ചുമ്മാ വാങ്ങിച്ചതായി ബുക്ക് എന്നും പറഞ്ഞ ആ ഒരു ബുക്ക് എനിക്ക് തന്നു. ഞാനാണെങ്കിൽ അല്ല അവൾ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു എനിക്കിത് തരും എനിക്ക് ജംജാളിയാടി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ലാഭമല്ലേ ഗൈസ്. എനിക്കിപ്പോൾ ടു ഡു ലിസ്റ്റ് നോട്ട്സ് എല്ലാം എഴുതാൻ ഈ ഒരു ബുക്കും ജംജാൾ ചെയ്യാൻ വേറൊരു ബുക്ക്. ലാഭമല്ലേ ഗൈസ്. അത് മാത്രമേ എനിക്ക് കൂടുതൽ ഈ ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സ്മോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഷെയർ ലൈക്ക്. ആൻഡ് ഞാൻ ഇനി വലിയ സ്റ്റോറീസ് പറയാം. ആൻഡ് നമ്മുടെ സീരീസ് ഇതുവരെ നമ്മുടെ സെക്കൻഡ് സീരീസ് ഇതുവരെ ഞാൻ തുടങ്ങിയിട്ടില്ല. അതിനെക്കുറിച്ച് കുറച്ച് കാര്യം എനിക്ക് പറയേണ്ടത്. അത് ഞാൻ വേറൊരു വീഡിയോ പറയാം. ആൻഡ് നമ്മുടെ ഫസ്റ്റ് സീരീസിൻ്റെ ഫസ്റ്റ് ഡേ ഔട്ട്ഫിറ്റ് പെയറിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. ആൻഡ് ബൈ. താങ്ക് യു.